ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു VVS വേൾഡ്. VVS വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടല്ലോ, ഒരു കിഡിലൻ ഹെലികോപ്റ്ററാണ്. നമ്മുടെ അച്ഛൻ ഉണ്ടാക്കി തന്നെയാണ്. എനിക്കിത് കണ്ടപ്പോൾ ഇത് നിങ്ങൾക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് തോന്നി. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അച്ഛനവിടെ എന്താ പറയുക, വെള്ളയൊക്കെ ഇട്ട് കിടിലായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം പോകുന്നതിന് മുൻപായിട്ടൊരു കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി പെട്ടെന്ന് തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഞാനൊന്ന് ഡ്രസ്സ് ചെയ്തിട്ട് വരാം. ഓക്കെ, ബാ. ഹായ് ഫ്രണ്ട്സ്, അപ്പം അച്ഛൻ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് അച്ഛൻ ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ കാണിച്ചല്ലോ, നമ്മുടെ ഒരു കിഡിലൻ എന്താ പറയുക ഹെലികോപ്റ്ററാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം അച്ഛൻ ഫസ്റ്റ് എന്തൊക്കെയാണ് നമുക്ക് ബേസിക്കായിട്ട് ഇതിന് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഒക്കെ ഇപ്പോൾ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 4 എണ്ണം അല്ലേ? ഓക്കെ, ഫസ്റ്റ് ഫ്രണ്ട്സ്, അപ്പം നമുക്കിതിൽ മെയിനായിട്ട് വേണ്ടത് 4 ഓലക്കൊടി. 4 ഇത് ഓലക്കൊടിയാണ് നമുക്കിതിന് സെപ്പറേറ്റ് വേണ്ടത്. അതുപോലെ തന്നെ ഒരു മൂർച്ചയുള്ള കത്തി, എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു മൂർച്ചയുള്ള കത്തി. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഏത് ഭാഗത്താണ് വെച്ചാൽ കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും ഇതായിട്ട് കണ്ടോ, ഈ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് ഈർക്കിളി സെപ്പറേറ്റ് ആക്കണം അല്ലേ? എല്ലാത്തിൻ്റെയും ഈർക്കിളി 4 എണ്ണത്തിൻ്റെയും സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, 4 എണ്ണത്തിൻ്റെയും ഓലക്കൂടി മാത്രമായിട്ട് ഈർക്കിളിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടല്ലോ. ഓക്കെ, ഇങ്ങനെ 4 എണ്ണത്തിൻ്റെയും സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക. ഓക്കെ, നമ്മളിപ്പം ഒരെണ്ണം ചെയ്തു. ഇങ്ങനെ ബാക്കിയുള്ള 4 എണ്ണത്തിൻ്റെയും സെപ്പറേറ്റ് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ഓൾറെഡി സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ 4 എണ്ണം സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, കണ്ടല്ലോ, ഇതുപോലെ ഓലക്കൂടി കണ്ടല്ലോ, സെൻറ്ററായിട്ട് മടക്കിയിട്ട് 2 ഓലക്കൂടി വെച്ചിട്ടുണ്ട്. ഇത് 4 ഇങ്ങനെ തന്നെ വെക്കണം വെച്ചാൽ. ഓക്കെ, 4 നമ്മളിപ്പം ചെയ്ത എല്ലാ ഓലക്കൂടിയല്ലേ ഇപ്പോൾ ചെയ്ത്. ഓക്കെ, എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുക. 4 എണ്ണം നടു മടക്കിയിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഉണ്ടല്ലോ, 4 നമ്മളിപ്പോൾ നടുമടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ, കണ്ടല്ലോ, ഒരെണ്ണം എടുത്തിട്ട് 2 എണ്ണത്തിൻ്റെ ഒരെണ്ണം കണ്ടല്ലോ, ഒരെണ്ണം മേളിൽ കൂടിയും ഒരെണ്ണം ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് അടുത്തത് എടുത്തിട്ട് ഇതിൻ്റെ എന്താ പറയുക, നേരെ തിരിച്ച് അല്ലേ? ഓക്കെ, ഇതിൻ്റെ പുറത്തുകൂടെ ഇത് അകത്തായിട്ട് വരുന്ന രീതിയിലും ഇതിൻ്റെ അകത്തോട്ട് ഈ സംഭവം വരുന്ന രീതിയിലുമാണ് വെച്ചിരിക്കുന്നത്. സെയിം അതുപോലെ തന്നെ കണ്ടല്ലോ, അകത്തോട്ട് കയറ്റി ഇതിൻ്റെ കണ്ടല്ലോ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടുണ്ട്. ഇത് നേരെ തിരിച്ച് ഇപ്പുറത്തെ സൈഡിലോട്ടും അതുപോലെ തന്നെ വയ്ക്കുന്നു. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമ്മളിപ്പോൾ എല്ലാ ഓലക്കുടിയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടല്ലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആ 4 എണ്ണം വച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുകയാണ്. നമ്മൾ നേരത്തെ കാണിച്ച പോലെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ഒരെണ്ണത്തിൻ്റെ മേളിലൂടെയും ഒരെണ്ണത്തിൻ്റെ അകത്തൂടെയായിട്ട് എടുത്തിട്ട് 4 എണ്ണവും അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 4 എണ്ണം തന്നെയല്ലേ? 2, 3, 4. ഓക്കെ, 4 എണ്ണം. ഇവിടെ 4 എണ്ണം വരുന്നു. 4 ഓലക്കൂടി ഇവിടെയും പിന്നെ 2 എണ്ണം ഇവിടെയും വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കണ്ടല്ലോ, ഇതുപോലെ ടൈറ്റായിട്ട് ഇരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം നമുക്ക്. ഓക്കെ, ആ കണ്ടല്ലോ, അത് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ട് കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ അകത്തോട്ട് കയറ്റി വെച്ചു. അപ്പോൾ അതൊരു ബോൾ ഷേപ്പിൽ ഇങ്ങനെ ഉരുണ്ടിരിക്കും. കണ്ടല്ലോ, ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് എടുത്തു. അതുപോലെ തന്നെ ആ ലെഫ്റ്റ് സൈഡിലുണ്ടായതിനെ എടുത്തിട്ട് അതിൻ്റെ താഴോട്ടും വെച്ചു. ഒരു റൗണ്ട് ഷേപ്പിൽ അത് വന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടല്ലോ, ഇതുപോലെ അകത്തോട്ട് ആ നമ്മൾ ചെയ്തതിൻ്റെ എല്ലാം അകത്തോട്ട് എടുത്തിട്ട് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടല്ലോ, അപ്പം ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വയ്ക്കും. ഇപ്പോൾ ഇവിടെ കണ്ടല്ലോ, അതൊരു റൗണ്ട് ഷേപ്പിൽ കണ്ടല്ലോ, ഇതിനകത്ത് കാണാം നമുക്ക്. കണ്ടോ, ഈ ഒരു രീതിയിൽ റൗണ്ടിൽ നമ്മളിപ്പോൾ അത് ചെയ്തതിനെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടല്ലോ. ഓക്കെ, കണ്ടല്ലോ, അതിനെടുത്ത് ഒരു മിനിറ്റ് വെച്ചാൽ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇപ്പം 3 ഇതാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അതിൽ ഇതിനെ ഫസ്റ്റ് ഇങ്ങോട്ടല്ലേ, ഇതിനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇത് ഇങ്ങോട്ട്
ഓക്കെ, കണ്ടല്ലോ. എന്നിട്ട് ആ മൂന്നാമത്തതിന് എടുത്തിട്ട് നോക്കിക്കോളൂ. കണ്ടോ, ഈ ഒരു ഗ്യാപ്പിലൂടെയാണ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഈ ഒരു രീതിയിൽ മുടഞ്ഞെടുത്തിരിക്കുന്നത്. കണ്ടോ? ഓക്കെ, കണ്ടല്ലോ ഫ്രണ്ട്സ്, ഈ ഒരു രീതിയിലാണ് നമ്മളിത് മുടഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി വേണ്ടത് ഇപ്പുറത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ എടുക്കാൻ പോവുകയാണ്. കണ്ടല്ലോ, ഒരെണ്ണം എടുത്ത് വെച്ചു, രണ്ടാമത്തതിനെടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചു. ഇനി ആ മൂന്നാമത്തതിനെയാണ് നമ്മൾ നോക്കേണ്ടത്. ആ മടക്കം ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളൂ. ഓക്കെ, ഈ ഒരു രീതിയിലാണ് വരേണ്ടത്. കണ്ടോ? എന്നിട്ട് കണ്ടോ, ഇതിനകത്തൂടെ അങ്ങ് എടുക്കുക. എന്നിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. കണ്ടല്ലോ ഫ്രണ്ട്സ്, ഈ ഒരു രീതിയിലാണ് നമ്മളിത് മടക്കി വെക്കേണ്ടത്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഈ രണ്ട് ഭാഗവും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഈ നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൂടെ കോർത്ത് കൊടുക്കണം. കാരണം വേറെ ഒന്നുമില്ല, അല്ലെങ്കിൽ ഇതൊന്ന് ടൈറ്റായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അല്ലെങ്കിൽ അതേപോലെ തന്നെ ഓക്കെ, എല്ലാ ഭാഗവും ഓക്കെ. ഈ ഇറച്ചി നിൽക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, ഈ 4 സൈഡിലും നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് നോക്കിക്കോളും. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കണ്ടല്ലോ, ഈ ഒരു ഭാഗത്തല്ല വെച്ചാൽ ഈ ഒരു ഭാഗത്തേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നോക്കിക്കോ, കണ്ടല്ലോ. ഇതുപോലെ ആ ഇറച്ചി നിൽക്കുന്നതിനെ എല്ലാം നമ്മളൊന്ന് ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെക്കണം, എന്നാലേ അതൊന്ന് കറക്റ്റായിട്ട് നിൽക്കത്തുള്ളൂ. കണ്ടല്ലോ, ആ പൊന്തിയനെ അകത്തോട്ട് വെച്ചു. ഇതിതുപോലെ എല്ലാ ഭാഗത്തുള്ളത് നമ്മൾ ചെയ്യാം. എന്നിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത്, ഒന്ന് ചെറിയ രീതിയിൽ ടൈറ്റ്, ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്, കാരണം ഇത് പൊട്ടിപ്പോകാൻ ചാൻസുണ്ട്, ഓലയാണ്. ഓക്കെ, അപ്പം ഒന്ന് നല്ല രീതിയിലൊന്ന് വലിച്ച് മുറുക്കി വെച്ച് കൊടുക്കുക. കണ്ടല്ലോ ഫ്രണ്ട്സ്, ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. ഇപ്പം കംപ്ലീറ്റ് ആയല്ലോ അല്ലേ വെച്ചാൽ? ഓക്കെ, ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞു, എല്ലാ ഭാഗവും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ പൊങ്ങി നിൽക്കുന്ന സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയണം അല്ലേ? ഓക്കെ, ഇനിയിപ്പം ഈ നിൽക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാനാണ് പറയുന്നത്. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആ 4 ഭാഗത്തെയും എന്താ പറയുക, ഇറച്ചി നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയുമ്പോൾ കണ്ടല്ലോ, ഈ ഒരു ഷേപ്പിലുള്ള ഒരു രൂപമായിരിക്കും നമുക്ക് കയ്യിൽ കിട്ടുന്നത്. കണ്ടല്ലോ, അച്ഛൻ ആ ഭാഗത്തുള്ളതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലായിരിക്കും ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. കണ്ടല്ലോ, ഈ ഒരു ഷേപ്പിൽ. ഇനി നമുക്ക് അടുത്ത സ്റ്റേജ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ചെറിയ മിസ്റ്റേക്ക്. നമ്മൾ നേരത്തെ 4 ഓലക്കൊടി എന്നാണ് പറഞ്ഞത്. 4 ഓലക്കൊടി സെപ്പറേറ്റ് ചെയ്തെടുക്കണമെന്നാണ്. 4 ഓലക്കൊടി സെപ്പറേറ്റ് ചെയ്തെടുക്കുകയും വേണം. 5ാമത് ഒരെണ്ണം ഫുൾ ലെങ്ത്തിലുള്ളത് വേറെ വേണം. അപ്പോൾ 5 ഓലക്കൊടിയാണ് നമുക്ക് ശരിക്കും വേണ്ടത്. ഈ ഓലക്കൊടിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹെലികോപ്റ്ററിന് വാല് വെച്ച് കൊടുക്കുന്നതിനാണ്. ഓക്കെ, അപ്പം അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരും. കണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് നോക്കിക്കോളും. ഇവിടെ ഒരു കെട്ട്, ജസ്റ്റ് ഒരു കെട്ടിടുകയാണ് ചെയ്യുന്നത്. അത് ഇങ്ങനെ മേളിലോട്ട് വരുന്ന രീതിയിൽ, അതായത് നമ്മുടെ വാലിൻ്റെ ഭാഗം മേളിലോട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കാറുണ്ടല്ലോ ഹെലികോപ്റ്ററിൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. കണ്ടല്ലോ, ഈ ഒരു രീതിയിലൊരു കെട്ട് അവിടെ ഇട്ടിട്ട് ഒരു കുറച്ച് ലെങ്ത്തിലായിട്ട് നമ്മളിത് കട്ട് ചെയ്ത് കളയണം. നോക്കിക്കോളൂ. ഓക്കെ, കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത്രയാണ് നമുക്കിതിന് വേണ്ടത്. ഇത് ആക്ച്വലി ഇതിന് വാല് വെച്ച് കൊടുക്കുന്നതാണ്. കണ്ടല്ലോ, അത് എന്നിട്ട് ആ ഈർക്കളി സെപ്പറേറ്റ് ഫുള്ളി ചെയ്യരുത്, കുറച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ട് നമ്മളിത് ആ എന്താ പറയുക, ഹെലികോപ്റ്ററിൻ്റെ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ബോഡി പാർട്ടായിട്ടാണ് ഈ ഒരു പാർട്ട് വരുന്നത്. അതിൻ്റെ ഒരു ഭാഗത്തൂടെ ഇതാക്കി ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കും. കണ്ടല്ലോ, ഇത് വെച്ച് കഴിഞ്ഞാൽ നേരെ ഈ ഈർക്കിൾ അപ്പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് വരും. ഒരു ഭാഗത്തൂടെ കയറി, കണ്ടല്ലോ, അതൊന്ന് അങ്ങ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് കണ്ടല്ലോ, നമ്മൾ ഈർക്കിൾ ഇതിലൂടെ കയറ്റിയിട്ട് കണ്ടല്ലോ, ഈ ഒരു ഭാഗത്തിലൂടെയാണ് നമ്മളിത് കയറ്റുന്നത്. ഈ ഒരു ഭാഗം കണ്ടല്ലോ, ഇത് ചെയ്ത് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഈ ഒരു ഭാഗത്തും അത് രണ്ടും ചെയ്ത് കഴിയുമ്പം ഇത് നമുക്ക് ആ വാലൊന്ന് ഇതിനോട് എന്താ പറയുക, ബോഡി അതൊന്ന് എന്താ പറയുക ക്ലോസ് ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ശരിക്കും നോക്കിക്കോളൂ. കണ്ടല്ലോ, ഒന്ന് ടൈറ്റ് ചെയ്യുമ്പോൾ കണ്ടല്ലോ, ഈ ഒരു ഈർക്കളിയുടെ ഭാഗത്ത് കറക്റ്റായിട്ട് ചേർന്ന് വരും. വന്നു കഴിയുമ്പോൾ അതിൻ്റെ ആ വാലും അവിടെ കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് നമുക്കിത് വരുന്നത്. ഓക്കെ, എന്നിട്ട് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഭാഗത്ത് ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ടൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ബാക്കി വരുന്ന ഭാഗം നമ്മളത് കട്ട് ചെയ്ത് കളയാം.
മറ്റേത് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് പോകും. ഓക്കെ, അപ്പുറത്തെ സൈഡിലുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ ഒന്ന് കോർത്ത് വെച്ചിട്ട് കണ്ടല്ലോ, രണ്ടും ഈ ഒരു ഭാഗത്ത് തന്നെയാണ് വന്നിട്ടുള്ളത് ലാസ്റ്റ്. എന്നിട്ട് അതും കട്ട് ചെയ്ത് കളയാം. നോക്കൂ ഫ്രണ്ട്സ്, അപ്പം കണ്ടല്ലോ ഏറെക്കുറെ ഹെലികോപ്റ്ററിൻ്റെ ഒരു ബോഡി പാർട്ട് നമുക്ക് കണ്ടല്ലോ ഫ്രണ്ട്സ്, ഏറെക്കുറെ നമുക്ക് ആ ഹെലികോപ്റ്ററിൻ്റെ ഒരു ബോഡി പാർട്ട് നമുക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ആ ഫ്രണ്ടിലുള്ളതിനെ ഇവിടെ കട്ട് ചെയ്ത് കളയില്ലേ, ഈ ഈർക്കിൾ, ഈ ഫ്രണ്ടിലുള്ള ഈർക്കിളിനെ കട്ട് ചെയ്ത് കളയണം. അതുപോലെ തന്നെ മുകളിൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു അതിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ, എന്താ സാധനം, ആ സംഭവം കൂടി വേണം. ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് ഇതിനൊരു മറ്റേ കറങ്ങുന്ന സംഭവം വെച്ച് കൊടുക്കണം, ഫാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ഓലക്കൂടി എടുത്തിട്ട് കണ്ടല്ലോ, ഒരു ചെറിയ പമ്പരം പോലെ നമ്മൾ ഉണ്ടാക്കുവാണ്. പമ്പരം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന സംഭവമാണ്. ഞാൻ നേരത്തെ മറ്റേ മീനുണ്ടാക്കുന്നതിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സെയിം രീതിയിൽ തന്നെ നമ്മൾ ഓലക്കൂടി എടുത്തിട്ടുണ്ട്. ഓലക്കൂടി എടുത്ത് കട്ട് ചെയ്ത് കണ്ടല്ലോ ചെയ്ത് വെച്ചിട്ട് ഇത്രയും ആണ് നമുക്ക് ഹെലികോപ്റ്ററിന് വേണ്ടത്. അല്ലല്ലോ, ഈ ഒരു രീതിയിൽ നമ്മളൊരു പമ്പരം ഉണ്ടാക്കി, ഇതാണ് നമ്മളിതിൽ എന്താ പറയുക, ഇതിൻ്റെ ഹെലികോപ്റ്ററിൻ്റെ ഫാനായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇതിന് നമുക്കൊരു ഈർക്കിളിൽ വേണം നമ്മളിത് സെറ്റ് ചെയ്യാൻ. നമ്മൾ നേരത്തെ എടുത്ത ഈർക്കിളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഈർക്കിൾ അത്യാവശ്യം തിരക്കിടില്ലാത്തത് നോക്കി എടുത്തിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് അതിൻ്റെ അത് എന്താ പറയുക, അതിൽ അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ഉണ്ടല്ലോ അതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് നമ്മുടെ പമ്പരം ഉണ്ടല്ലോ ആ പമ്പരത്തിൻ്റെ ബാക്ക് സൈഡിലൂടെ എടുത്തിട്ട് ഓക്കെ ഫ്രണ്ട്സ്, ഇത് നമ്മൾ നോക്കിക്കോളൂ. ഇത് നമ്മൾ ആ ഹെലികോപ്റ്ററിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെലികോപ്റ്റർ ഏറെക്കുറെ റെഡിയാവും. കണ്ടല്ലോ, നമ്മൾ ആ മുകൾ ഭാഗത്താണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടല്ലോ ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പം ഹെലികോപ്റ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ ആ പങ്കയും സംഭവം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ബാക്കിയുള്ള ഈർക്കൾ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. അവിടെ ഒരു ഈർക്കൾ കിടപ്പുണ്ടല്ലോ, അതിനെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി. അപ്പോൾ കണ്ടല്ലോ ഹെലികോപ്റ്ററിൻ്റെ ബോഡി നമുക്ക് ശരിയായിട്ടുണ്ട്. കണ്ടോ, ഹെലികോപ്റ്ററിൻ്റെ ബോഡി നമുക്ക് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിന് എന്താ പറയുക, ഒരു സ്റ്റാൻഡ് ഉണ്ടാവില്ല, നമ്മൾ താഴെ കാണാറുണ്ടല്ലോ, ഇതിനെ പേരൊന്നും എനിക്ക് ശാസ്ത്രീയമായിട്ട് അറിയത്തില്ല. ആ ഒരു സംഭവം കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ അത് വെക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇതിന് ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, ഇതിന് രണ്ട് സ്റ്റാൻഡ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാറ്, ഇങ്ങനെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത് നിൽക്കുന്നതിന് രണ്ട് സ്റ്റാൻഡ് വരുമല്ലോ. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നതിന് രണ്ട് ഈർക്കൾ വേണം, ഈ ഒരു ലെങ്ത്തിലുള്ള രണ്ട് ഈർക്കൾ വേണം. എന്നിട്ട് അതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കിക്കോളൂ. കണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് ആണ് അത് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതൊന്ന് പയ്യെ അതിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ കണ്ടല്ലോ ഇവിടുന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് മുകളിലോട്ട് ഈ ഒരു ഭാഗത്തോട്ട് കയറ്റി വയ്ക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും കണ്ടല്ലോ സെയിം പോലെ തന്നെ സെയിം മെത്തേഡിൽ തന്നെ അവിടെ ഒന്ന് ഒടിച്ച്, നമ്മളിപ്പോൾ ഓൾറെഡി ഒടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ ചെയ്യുമ്പം സത്യത്തിൽ ഈർക്കൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒടിച്ച് നോക്കുക സൈസ്, എന്നിട്ട് അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. നമ്മളിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് ഈസിക്ക് വേണ്ടിയിട്ട് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചതായിരുന്നു. ഓക്കെ, ഒന്ന് മടക്കിയിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ഹെലികോപ്റ്റർ സെറ്റ് ആയിട്ടുണ്ട്. കണ്ടല്ലോ കിട്ടില്ലായിട്ട് നിൽക്കുന്നുണ്ടോ, അതിൻ്റെ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ കണ്ടല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഓല കൊണ്ടുള്ള ഹെലികോപ്റ്ററാണ്. കണ്ടല്ലോ നിൽക്കുന്നത്, കണ്ടല്ലോ സൂപ്പർ അല്ലേ. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ വരുന്നത്. ഓക്കെ, അപ്പം എല്ലാവർക്കും സംഭവം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഓക്കെ, അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള ക്രാഫ്റ്റ് വർക്കും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.